ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇന്നത്തെ റെസിപ്പിയാണേ ഇത്. തണുപ്പത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എള്ളുണ്ടല്ല എന്നതിന് പറയാം, എന്തോ വേറെ പേരുണ്ട്, ഇവിടുത്തെ പേര് വേറെ എന്തുവാന്ന്. വെളുത്തള്ളില്ലേ, കറുത്തള്ളല്ല, വെളുത്തള്ള്, ഗുഡ്, വെല്ലം, ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യാറ്. ഓക്കെ. അയ്യോ, ഇത് വേഗം കട്ട് ചെയ്യണം. മറന്നുപോയോ. ഇത് നമ്മൾ ചൂടോടെ തന്നെ ഇങ്ങനെ ആക്കണം. ഇല്ലേ പിന്നെ കിട്ടൂല. അയ്യോ, ഞാൻ വീഡിയോ എടുക്കുന്നവർക്ക് അത് മറന്നുപോയല്ലോ. ഇങ്ങനെയാ തോന്നുന്നു. ഇതിൻ്റെ കൂട്ടൽ ശരിയാകുന്നു. അമർത്തിയിട്ട് നോക്കണ്ടല്ലേ. ഇങ്ങനെയാണ് ആക്കണ്ടത്. അയാളായി എത്ര ഗ്രാം എല്ലാം എൻ്റെ അപ്പുറം തന്നെ വരുന്നുണ്ട്. വൈകിപ്പോയി സുഹൃത്തുക്കളെ, വൈകിപ്പോയി. ഓക്കെ, ബൈ. ഇല്ല, എല്ലാം കുളമായി. സാറിന് അതെല്ലാം ശരിയാവും. ഇതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാക്കുന്നതിൻ്റെ എല്ലാവിധ ഫോൾട്ടുകളും ഉണ്ടാകുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇങ്ങനെയൊന്നല്ലാതെ ഇങ്ങനെയായിട്ടാക്കണ്ടേ. ഇങ്ങനെ കണ്ടാ നല്ല വൃത്തി വരുന്നുണ്ടാ. ഞാനൊരു തിരക്കിൽ പിടിച്ചിട്ടാക്കിയിട്ടാണ്. ഓക്കെ. എനിക്ക് അത് കട്ട് ചെയ്യുമ്പം ഇത് ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് പറയുന്ന മറ്റേ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഡയലോഗാണ് ഓർമ്മ വന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്ത് വന്നപ്പോൾ നിങ്ങളൊരിക്കും നല്ല പീസ് മാത്രം വെച്ചാൽ എല്ലാ പീസും ഇതേ കോലത്തിൽ തന്നെ ഉള്ളത്. സൈഡിൽ കുറച്ചൊരു ഭംഗിയില്ലെങ്കിൽ അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അടുത്തുമ്പോൾ നല്ല ഭംഗിയിൽ പീസായി വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇനിയൊരു തിളക്കം കാണുന്നുണ്ട്. നിങ്ങളൊരു ഇങ്ങനെ ഒരു ഗ്ലാസി ഫിനിഷ് പോലെ കാണുന്നുണ്ടോ? അതെന്ന് പറയാം, നെയ്യാണ്. 3-4 സ്പൂൺ നെയ്യ് ഒഴിച്ച് വെള്ളം അതിലാണ് പാവാക്കുന്നത്, വെള്ളത്തിലല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ പാവിൻ്റെ ഇതെങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പാവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെ വെള്ളത്തിൽ ഇത് ഉറ്റിച്ചുകൊണ്ട് നിൽക്കണം. എന്നിട്ട് ഉറ്റിച്ചിട്ട് നമ്മൾ കയ്യിൽ അതിങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നതാണ് അതിൻ്റെ പാകം. ഇത് കറക്റ്റ് പാകത്ത് കിട്ടീനി, സൂപ്പറായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്ക്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇവിടുത്തെ തണുപ്പിന് ഇതൊക്കെ കഴിക്കണം എന്നാണ് പറയുന്നത്. ഇതാണ് എള്ള്, കണ്ട ഇങ്ങനെയാണ് എള്ള്. എല്ലാവർക്കും അറിയാം വെളുത്ത എള്ളാണ്. അത് വറുത്താൽ ഈ കളർ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ക്രിസ്പി പോലെ ഉണ്ടാവും. അതാണ് അതിൻ്റെ പാകം കേട്ടോ. ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് കാണിക്കണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നിലക്കടലയും കൂടി ഇപ്പം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് കടലമുട്ടയില്ലേ, നമ്മൾ അഭ്യർത്ഥിക്കട്ട, ചിക്കി എന്നാണ് പറയാം. അപ്പോൾ ഇതും കൂടി വറുത്ത് വെക്കുവാണ് ഇപ്പോൾ. ഓക്കെ.